ഹലോ, വെൽക്കം ടു വെർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മസ്റ്റായിട്ടും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ സയൻസും സോഷ്യലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. സോ നമ്മളിപ്പം സയൻസ് ആണ് നോക്കുന്നത്. സയൻസ് നമ്മൾ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7ാം ക്ലാസ്സിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിനിഷ് വാട്ട് യു ഹാവ് സ്റ്റാർട്ടഡ്. നിങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഫിനിഷ് ചെയ്യാം. അല്ല, നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മളത് തുടങ്ങണമെങ്കിൽ നമുക്ക് അതിൻ്റെ പിന്നിൽ ഒരുപാട് വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മുടെ PSC പ്രിപ്പറേഷൻ തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് PSC ചൂസ് ചെയ്തത്? PSC എക്സാമിന് വേണ്ടി പഠിക്കാം, ഒരു ഗവൺമെൻറ് ജോലി വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കാനായിട്ട് അതിന് പിന്നിൽ കുറേ കാരണങ്ങൾ ഉണ്ടായിരിക്കില്ലേ അല്ലേ. പലർക്കും പല റീസൺസ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളത് ഫിനിഷ് ചെയ്യാനായിട്ട് വേണ്ടത്ര എഫേർട്ട് ഇടുന്നുണ്ടോ? ഈ കാര്യം നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും നമ്മളായിട്ട് എടുത്ത ഡിസിഷനാണ്, നമ്മളായിട്ട് തുടങ്ങി വെച്ച കാര്യമാണ്. സോ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള 100% എന്തായാലും എഫേർട്ട് ഇടണം. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് മണ്ണിൽ പൊന്നു വിളയിക്കാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എന്താണ് ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, ബഡ്ഡിങ്, ആ കാര്യങ്ങളുണ്ട്. പിന്നെ പലവിധം സങ്കര ഇനം വിത്തിനങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ കാറ്റഗറിയിലുള്ള ഓരോന്നിൻ്റെ പേരുകൾ പഠിക്കാനുണ്ട്. പിന്നെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് സസ്യങ്ങളിലെ പ്രത്യുൽപാദനത്തെ പറ്റിയിട്ടാണ്. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് കായിക പ്രജനനം. ആ രണ്ട് കാറ്റഗറി ഒന്ന് നോക്കി വെക്കുക. അതായത് നമ്മൾ പുതിയൊരു ചെടി ഉണ്ടാക്കാനായിട്ട് വിത്ത് കുഴിച്ചിട്ടിട്ടാണ് ആ ചെടി ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലൈംഗിക പ്രത്യുൽപാദനം. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് നമ്മൾ വിത്ത് കുഴിച്ചിട്ടുണ്ടാക്കുന്ന എല്ലാ സസ്യങ്ങളെയും നമുക്ക് പറയാം. ഇപ്പം തക്കാളി, മുളക്, വെണ്ട, ഇതൊക്കെ എന്താണ് നമ്മൾ വിത്ത് കുഴിച്ചിട്ടിട്ടല്ലേ പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്. അതൊക്കെ അപ്പം ലൈംഗിക പ്രത്യുൽപാദനം വഴി പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി കായിക പ്രജനനം എന്ന് വെച്ചാൽ സസ്യങ്ങളുടെ വിത്തല്ലാതെ തണ്ടിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കുക, ഇലയിൽ നിന്ന്, വേര്, ഇവയിൽ നിന്നൊക്കെ പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ കായിക പ്രജനനം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചില ചെടികളൊക്കെ എങ്ങനെയാണ് തണ്ട് മുറിച്ച് കുഴിച്ചിട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത്. റോസ്, മരച്ചീനി, തെച്ചി, അങ്ങനത്തെ തണ്ട് കുഴിച്ചിട്ടിട്ട് അല്ലെങ്കിൽ ഇല കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കുന്ന ചെടികളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കായിക പ്രജനനത്തിന് എക്സാമ്പിളായിട്ട് പറയാം. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് പതിവയ്ക്കൽ അഥവാ ലെയറിംഗ് എന്നാണ്. ലെയറിംഗ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. ഒരു തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. കൊമ്പ് പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം. പ്രധാന തടിയിൽ നിന്നുള്ള കൊമ്പുകളാണ് ഉത്തമം. കൊമ്പിൽ 1 സെൻറ്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുക. തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം ചെറിയ നനവോടെ വച്ചുകെട്ടുക. പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയുക. രണ്ടറ്റത്തും ചാക്കുനൂൽ ഉപയോഗിച്ച് കെട്ടുക. ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നനയ്ക്കണം. 2 മാസത്തിനകം ധാരാളം വേരുകൾ ഉണ്ടാകും. അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടാനാകുന്നത് വരെ ചട്ടിയിൽ സംരക്ഷിക്കണം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പതിവയ്ക്കൽ അഥവാ ലെയറിങ് ചെയ്യുന്നത്. ഒരു ചെടിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, ഒരു കൊമ്പിൽ കുറച്ച് തൊലി ചെത്തി മാറ്റിയിട്ട് അവിടെ നമ്മൾ മണ്ണും ചകിരിച്ചോറും ഒക്കെ വെച്ച് കെട്ടുകയാണ്. എന്നിട്ട് അതിന് ഈർപ്പവും കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ 2 മാസം ആകുമ്പോൾ എന്ത് ചെയ്യും, അതിന് വേര് വന്നിട്ടുണ്ടായിരിക്കും ആ ഒരു ഭാഗത്ത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കുഴിച്ചിടാനായിട്ട് പറ്റുന്നുണ്ട്. പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട എന്നിവയിൽ പതിവയ്ക്കൽ ഫലപ്രദമാണ്. മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ചു വെച്ചും പതിവയ്ക്കാറുണ്ട്. ആ ഒരു ഇമേജിൽ കാണുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ലെയറിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലെയറിങ് പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട എന്നിവയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പതിവയ്ക്കൽ വിജയകരമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി പതിവയ്ക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? മിക്ക ചെടികളും പതിവെച്ച് വളർത്താം. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതിവെച്ചുണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. വലുപ്പവും കുറവായിരിക്കും. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടായിരിക്കും. രോഗബാധയുള്ള ചെടികളിൽ പതിവെച്ചാൽ പുതിയ ചെടികൾക്കും രോഗമുണ്ടാകും. വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. തായ്വേരുപടലം ഉണ്ടായിരിക്കില്ല.
കൂടുതൽ പരിചരണം ആവശ്യമായി വരും അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു പതിവയ്ക്കലിലൂടെ ഉണ്ടാക്കുന്ന ചെടിക്ക് കുറേ ഗുണങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ കുറേ ദോഷങ്ങളും ഉണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കൊമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്താണെന്നുള്ളതാണ്. ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കൊമ്പൊട്ടിക്കൽ. പണ്ട് മുതൽ നാം ചെയ്തു വരുന്ന ഒരു രീതിയാണിത്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നു. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം എന്നും ഒട്ടിക്കുന്ന കൊമ്പിനെ സയൺ അഥവാ ഒട്ടുകമ്പ് എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ലെയറിങ്ങിൽ എങ്ങനെയാണ് പറഞ്ഞത്, പതിവയ്ക്കലിൽ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൊമ്പിൽ നമ്മൾ തൊലി ചെത്തി മാറ്റിയിട്ട് അവിടെ പുതിയൊരു ചെടിയാക്കിയിട്ട് ആ കൊമ്പിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പൊട്ടിക്കൽ എന്ന് വെച്ചാൽ ഒരു ചെടി ഉണ്ടായിരിക്കും, അത് കൂടാണ്ട് അതേ വിഭാഗത്തിൽപ്പെട്ട വേറൊരു ചെടിയുടെ കൊമ്പ് ഇതുമേൽ ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ചെടികൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ഈ ഒരു കൊമ്പൊട്ടിക്കലിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ചെടികളുണ്ടല്ലോ, അതിൽ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചെടി ഉണ്ടായിരിക്കും, അതായത് വേരോട് കൂടിയ ചെടിയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് അഥവാ മൂലകാണ്ഡം. ഇനി നമ്മൾ ഏതിൻ്റെ കൊമ്പാണോ ഇതിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത് അതിന് നമ്മൾ സയൺ അഥവാ ഒട്ടുകമ്പ് എന്നും പറയും. നാടൻ മാവിൻ്റെ തൈയിൽ നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട്. ഇവിടെ നാടൻ മാവിൻ്റെ തൈ സ്റ്റോക്കും മൽഗോവയുടെ കൊമ്പ് സയണുമാണ്. ക്ലിയർ അല്ല. അതായത് ഇപ്പോൾ നമ്മൾ നാടൻ മാവിൻ്റെ ഒരു തൈ ഉണ്ട് വിചാരിക്കാം, അതിൽ നമ്മൾ വേറൊരു ഇനത്തിൽപ്പെട്ട അതായത് മൽഗോവേൻ്റെ കൊമ്പ് കൊണ്ടുവന്ന് ഒട്ടിക്കുകയാണെങ്കിൽ അവിടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏതാണ്, നാടൻ മാവായിരിക്കും. പിന്നെ സയൺ എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന് ഒട്ടിക്കുന്ന മൽഗോവയുടെ കൊമ്പുമായിരിക്കും. ഇനി ഇതിൻ്റെ പ്രൊസീജിയറും കൂടെ നമുക്ക് നോക്കാം. സയണിലും സ്റ്റോക്കിലും 3.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വശത്തു നിന്നും തൊലി ചെത്തി നീക്കുക. ഒട്ടിക്കേണ്ട കൊമ്പ് വളച്ച് സ്റ്റോക്കിനോട് ചേർത്ത് വയ്ക്കുക. സയണിലെയും സ്റ്റോക്കിലെയും മുറിപ്പാടുകൾ ചേർത്ത് വെച്ച് ചാക്കുനൂൽ കൊണ്ട് വരിഞ്ഞു കെട്ടുക. ആ ഒരു ഇമേജിൽ കാണുന്നത് പോലെ മെഴുകുതുണിയോ പ്ലാസ്റ്റിക് നാടയോ ഉപയോഗിച്ച് നന്നായി പൊതിയുക. 1 മാസം കഴിയുമ്പോൾ കെട്ടിനു മുകളിൽ സ്റ്റോക്കും കെട്ടിനു താഴെ സയണും പകുതി മുറിക്കുക. 1 മാസം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായും മുറിച്ചു മാറ്റുക. നന്നായി വളരാൻ തുടങ്ങുമ്പോൾ അനുയോജ്യമായ സ്ഥലത്ത് മാറ്റി നടാവുന്നതാണ്. സ്റ്റോക്കിൽ നിന്ന് ശിഖരങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അവ മുറിച്ചു മാറ്റണം. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. ഇനി നെക്സ്റ്റ് വേണം നമ്മൾ നോക്കുന്നത് മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ് എന്താണെന്നുള്ളതാണ്. ഈ പ്രവർത്തനത്തിൽ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം അഥവാ ബഡാണ് ഒട്ടിക്കുന്നത്. ഒരു പൂച്ചെടിയിൽ പല നിറം പൂക്കൾ ഉണ്ടാകുന്നതിന് ഈ രീതി നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ, ഒരു ചെടിയിൽ തന്നെ പല കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ എങ്ങനെയാണ്, ഈ ഒരു ബഡ്ഡിംഗ് ത്രൂ ആണ് അങ്ങനെ ചെയ്യുന്നത്. നാടൻ ഇനങ്ങളിൽ മറ്റിനങ്ങളുടെ മുകുളങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യാം. മുകുളം ഒട്ടിക്കൽ നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് പ്രൊസീജിയർ ഉണ്ട്. നല്ല ഇനം ചെടിയിൽ നിന്ന് മുകുളം ചെത്തിയെടുക്കുക. മുകുളം ഒട്ടിക്കുന്ന ചെടിയിൽ ടി ആകൃതിയിൽ മുറിവുണ്ടാക്കി തൊലി വിടർത്തി വയ്ക്കുക. ടി ആകൃതിയിലുള്ള മുറിവിലെ തൊലിയിൽ മുകുളം തിരുകി വയ്ക്കുക. മുകുളം പുറത്തു കാണത്തക്ക വിധം പൊതിഞ്ഞു കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റാം. ഈ ബഡ്ഡിങ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെള്ള റോസാപ്പൂവിൻ്റെ ഒരു ചെടിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ചുവപ്പ് റോസാപ്പൂവിൻ്റെ മുകുളം ഒട്ടിച്ച് ചെയ്യാം. അതാകുമ്പോൾ ആ ഒരു ചെടിയിൽ തന്നെ 2 കളറിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കളൊക്കെ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, ബഡ്ഡിങ് എന്ന രീതിയാണ്. അപ്പോൾ ഇത് 3 ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എന്തൊക്കെയാണ് ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, ബഡ്ഡിങ് 3 എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾ സങ്കര ഇനം വിത്തുകളെ പറ്റിയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തെങ്ങിൻ്റെ 2 ഇനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രത്യേകതകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം പറയുന്നത് നീളം കൂടിയ ഇനാണ്. അതിൻ്റെ പ്രത്യേകതകൾ 20 to 30 മീറ്റർ ഉയരമുണ്ടായിരിക്കും. 6 to 10 വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും. 80 to 100 വർഷം വരെ ആയുസ്. പച്ച നിറമുള്ള തേങ്ങ. അതിൻ്റെ പ്രധാന ഇനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടാൾ, ഈസ്റ്റ് കോസ്റ്റ് ടാൾ, ലക്ഷദ്വീപ് ഓർഡിനറി. ഇവ 3നും ഈ ഒരു പ്രത്യേകതകളാണ് ഉണ്ടായിരിക്കുക. ഇനി നീളം കുറഞ്ഞ ഇനം തെങ്ങാണെങ്കിൽ 8 to 10 മീറ്റർ ഉയരം ഉണ്ടായിരിക്കും. 4 to 5 വർഷത്തിനുള്ളിൽ കായ്ഫലം തരും. 30 to 35 വർഷം വരെ ആയുസ്. മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറങ്ങളിലുള്ള തേങ്ങ. അങ്ങനെയുള്ള പ്രധാന ഇനങ്ങളാണ് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗബോന്തം ഇവയൊക്കെ. ഇനി നമുക്ക് ഈ 2 ഇനങ്ങളിൽ നിന്നും നമുക്ക് വേണ്ട ഗുണങ്ങൾ മാത്രം വെച്ചിട്ട് പുതിയൊരു ഇനം ഉണ്ടാക്കണമെങ്കിലോ, അതായത് ഒരുപാട് ഹൈറ്റ് വേണ്ട, ഹൈറ്റ് കുറഞ്ഞത് പക്ഷെ ഒരുപാട് കാലം കായ്ഫലം തരുന്നത് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡിനെ പറ്റിയിട്ടാണ് നമ്മളിനി നോക്കുന്നത്. വർഗ്ഗസങ്കരണം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം.
ഇങ്ങനെ ഉണ്ടാവുന്ന വിത്തുകളിൽ രണ്ടിനത്തിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാവാം. ഇതിൽ അനുഗുണങ്ങളായ വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വർഗ്ഗസങ്കരണം എന്ന് വെച്ചാൽ എന്താണ്? ഒരേ വിഭാഗത്തിൽപ്പെട്ടതും എന്നാൽ വ്യത്യസ്ത സവിശേഷതകളുള്ളതുമായ ചെടികളിൽ എന്ത് ചെയ്യാണ്? നമ്മൾ കൃത്രിമ പരാഗണം നടത്തിയിട്ട് പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് പറയുന്നത്. അതിൽ രണ്ടിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും ഒക്കെ ഉണ്ടായിരിക്കും നമ്മളങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത്. അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് അനുയോജ്യമായത് വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സങ്കര ഇനം തെങ്ങിനെ പറ്റി പഠിക്കാണ്ട്. ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് പ്രീവിയസ് ഇയറിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതെന്തായാലും നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ സങ്കര ഇനം തെങ്ങ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ചേർന്നിട്ടാണ് അവ ഉണ്ടായതെന്നും കൊടുത്തിട്ടുണ്ട്. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരു സങ്കര ഇനം തെങ്ങാണ്. അത് ഏതൊക്കെ ചേർന്നിട്ടാണെന്ന് വെച്ചാൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും, ഇത് രണ്ടും കൂടെ വർഗ്ഗസങ്കരണം ചെയ്തിട്ടാണ് നമുക്ക് ചന്ദ്രലക്ഷ എന്ന് പറയുന്ന ഒരു സങ്കര ഇനം തെങ്ങ് കിട്ടിയിട്ടുള്ളത്. പഠിച്ചു വെക്കണേ. പിന്നെ ചന്ദ്രശങ്കര, അത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. ഇനി ലക്ഷഗംഗ ആണെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗബോന്ധം കൂടെ ചേർന്നിട്ടാണ്. നമ്മൾ ആ ഒരു പേര് വെച്ചിട്ട് തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും, ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും, ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗബോന്ധം കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഇനി തെങ്ങിൻ്റെ കേസ് മാത്രമല്ല, നെല്ല്, പച്ചക്കറി തുടങ്ങിയവയിലും ഈ രീതിയിൽ മികച്ച വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനും കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. നെല്ലിൻ്റെ സങ്കരീനം വിത്തുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ഇവ മൂന്നുമാണ്. ഇനി പയറാണെങ്കിൽ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ട കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതന സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളി മുക്തി, അനഘ, അക്ഷയ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തായാലും പഠിച്ചു വെക്കാൻ നമുക്ക് ബൈഹാർട്ട് പഠിക്കുക തന്നെ നിവർത്തിയുള്ളൂ. കാരണം എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പം പച്ചമുളകിൻ്റെ സങ്കര ഇനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പവിത്ര ഏത് ഇനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനമാണ്, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. സോ പഠിച്ചു വയ്ക്കണേ. അപ്പോൾ നമ്മുടെ സങ്കര ഇനം തെങ്ങുകളും പിന്നെ ഈ ഒരു കാറ്റഗറി, അതായത് നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയർ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ട കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതന സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളി മുക്തി, അനഘ, അക്ഷയ. അപ്പോൾ ഈ ഒരു പോർഷൻ എന്തായാലും പഠിച്ചു വെക്കണേ. അതിൻ്റെ ഇമേജും കൂടെ തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ. അപ്പോൾ നമുക്ക് ഇമേജ് കാണുമ്പോൾ കുറച്ചുകൂടി ഓർമ്മയിലുണ്ടായിരിക്കുമല്ലോ. ആദ്യം എന്താണ്? പവിത്ര എന്താണ്? നെല്ലാണ്. പിന്നെ സൽകീർത്തി വെണ്ടയാണ്, ജ്യോതിക പയറാണ്, നീലിമ വഴുതന, അനുഗ്രഹ പച്ചമുളകാണ്, അക്ഷയ തക്കാളി. ഒന്ന് ഓർത്ത് വെക്കണേ. ഇനി ഉൽപ്പാദനത്തിൽ പുതിയ കുതിപ്പുമായി പ്രിയങ്ക, മണ്ണുത്തി. ഉൽപ്പാദനത്തിൽ പുതിയ കുതിപ്പുമായി പാവൽ ഇനം പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാലയാണ് ഈ ഇനം വികസിപ്പിച്ചെടുത്തത്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇപ്പം പ്രിയങ്ക ഏതിൻ്റെയാണ്? പാവലിൻ്റെ വിത്തിനമാണ് പ്രിയങ്ക. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ നാട്ടിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതെവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതും. ഇതും ഒരുപാട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിച്ചു വയ്ക്കുക കേട്ടോ. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തിയാണ്, തൃശ്ശൂർ. പിന്നെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ്, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്റർ കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ അതെവിടെയാണെന്നുള്ളത് കൊടുത്തിട്ടുള്ള. അപ്പോൾ ഈ 5 എണ്ണം എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ, അങ്ങനെ മാറിപ്പോകുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്തായാലും ബൈഹാർട്ട് പഠിച്ചു വയ്ക്കുക. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തിയിലാണ്, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ആണെങ്കിൽ തിരുവനന്തപുരം ശ്രീകാര്യത്ത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്റർ നമ്മുടെ IISR കോഴിക്കോട്. പിന്നെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക എന്തായാലും. ഇനി നമുക്ക് ടിഷ്യൂ കൾച്ചർ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. എന്താണ്? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാം.
വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ സവിശേഷതകളുള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് ഇതിൻ്റെ സവിശേഷത. ഇനി നമുക്ക് കൃഷിയിലെ പരമാവധി വൈവിധ്യം ഉറപ്പാക്കുന്നതിന് കർഷകർ സ്വീകരിക്കുന്ന കുറച്ച് രീതികൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇടവിള. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള എന്ന് പറയുന്നത്. മണ്ണിൻ്റെ ഫലഭൂഷ്ടി നിലനിർത്താൻ ഇത് സഹായകമാണ്. അപ്പം പ്രധാനമായിട്ടൊരു കൃഷി ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ഇടയിൽ കൂടി എന്ത് ചെയ്യാണ് ഈ ഒരു വിളയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ വേറൊരു വിളയെ നമ്മൾ ഒരു ഹ്രസ്വകാല വിളയെ കൃഷി ചെയ്യുന്നതിനാണ് ഇടവിള എന്ന് പറയുന്നത്. ഇനി അടുത്ത വിളപര്യമാണെങ്കിൽ ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതിനാണ് വിളപര്യം എന്ന് പറയുന്നത്. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ട് അല്ലേ. ഒരു പ്രാവശ്യം നമ്മൾ ഇപ്പം നെല്ല് ചെയ്യുകയാണെങ്കിൽ നെൽപ്പാടത്ത് നെല്ല് കൃഷി ചെയ്തതാണെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം നെല്ല് ഇറക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യും, ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വേറെ ഏതെങ്കിലും പയർ, ഉഴുന്ന് എന്നിവയൊക്കെ കൃഷി ചെയ്യുന്നതിനാണ് നമ്മൾ വിളപര്യം എന്ന് പറയുന്നത്. ഇനി പയർവർഗ്ഗങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിവില്ല. ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ട്. ഇത്തരം ബാക്ടീരിയകളിൽ ഒന്നാണ് റൈസോബിയം. അത് പഠിച്ചു വയ്ക്കണേ. റൈസോബിയം ഇതിന് എക്സാമ്പിളാണ്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. അതായത് സസ്യങ്ങൾക്ക് നൈട്രജൻ സസ്യങ്ങൾക്ക് ആവശ്യമാണ്, പക്ഷെ ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഈ ഒരു അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റിയാൽ മാത്രമേ സസ്യങ്ങൾക്ക് അവയെ സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നൊരു ബാക്ടീരിയയാണ് റൈസോബിയം. പയർ, തൊട്ടാവാടി, കൊയിഞ്ഞൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ഇവ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു. ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യപോഷകങ്ങൾ മണ്ണിൽ ചേരുന്നുണ്ട്. ഇനി ഫുക്കുവോക്ക പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിസ്ഥിതി നശീകരണം നിർത്തിയാലേ മനുഷ്യരാശിയടക്കം സകല ജീവജാലങ്ങൾക്കും രക്ഷയുള്ളൂ. രാസവള പ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവനിയാണ് ജൈവവളങ്ങൾ. ഇത് ജീവൻ്റെ സഞ്ചാരം ത്വരിതപ്പെടുത്തുകയും മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്തുകയും ചെയ്യും. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ആരാണ്? മസനോബു ഫുക്കുവോക്കയാണ്. ജൈവകൃഷി ഗവേഷകനാണ്, ജപ്പാൻ. ഇനി ഭക്ഷ്യവിളകൾ മാത്രമാണോ നമ്മൾ കൃഷി ചെയ്യുന്നത്? അല്ലേ, വേറെ ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ്? പുഷ്പകൃഷിയുണ്ട്, തേയില കൃഷി, അലങ്കാര സസ്യകൃഷി. അപ്പോൾ അതിൽ ചിലത് നോക്കാം. പരുത്തി. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി. പൂർണ്ണ വളർച്ചയെത്തിയ പരുത്തിക്കായിൽ നിന്ന് പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്നു. പഞ്ഞിയിൽ നിന്ന് നൂലുണ്ടാക്കുന്നു. പരുത്തിക്കുരു കാലിത്തീറ്റയായി ഉപയോഗിക്കാം. പരുത്തിക്കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഒരു പ്രധാന നാരുവിളയാണ് ഇത് പരുത്തി എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്നാണ് ചണം അഥവാ ജൂട്ട്. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ആ ഫാക്റ്റ് നോട്ട് ചെയ്ത് വെക്കണേ. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ചണക്കെട്ടുകൾ വെള്ളത്തിൽ താഴ്ത്തിവെച്ച് അയുകിയതിനു ശേഷം തല്ലി ചതച്ച് നാരുകൾ വേർപെടുത്തുന്നു. നാം ഉപയോഗിക്കുന്ന ചാക്കുനൂൽ ചണനാരുകളാണ്. അടുത്തതാണ് കയറ്. നാളികേര തൊണ്ടുകൾ വെള്ളത്തിലിട്ട് കുതിർക്കുന്നു. പിന്നീട് തൊണ്ട് തല്ലി നാരുകൾ വേർതിരിച്ചെടുക്കുന്നു. ഇവ പിരിച്ച് പലതരം കയർ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ട്. ഇനി കൃഷിയും കന്നുകാലി വളർത്തലും. കൃഷിയും കന്നുകാലി വളർത്തലും കേരളത്തിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന സംയോജിത കൃഷിരീതിയാണ്. നെൽകൃഷിയോടൊപ്പം പശുക്കളെയും എരുമകളെയും വളർത്താം. തെങ്ങിൻ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യാം. നെൽകൃഷിയിൽ നിന്നു ലഭിക്കുന്ന വൈക്കോൽ, നെല്ല് കുത്തിയ ശേഷം ലഭിക്കുന്ന തവിട് എന്നിവ കന്നുകാലികൾക്ക് തീറ്റയായി നൽകാം. തെങ്ങിൻ തോപ്പിൽ ആട്, താറാവ്, കോഴി എന്നിവയും വളർത്താം. അല്ലേ, നമുക്ക് രണ്ടിനും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതാണ് കൃഷിയും കന്നുകാലി വളർത്തലും ഒക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സങ്കര ഇനം വിത്തിനങ്ങളുടെ പേരുകളും പിന്നെ ഈ ഒരു കാർഷിക സർവകലാശാലകളും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്രീവിയസ് ഇയറിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഏരിയാസൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഡൗട്ടുള്ള പാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കേട്ട് നോക്കുക കേട്ടോ. പിന്നെയും കേട്ട് നോക്കുക. ഇനി പഠിച്ചു കഴിഞ്ഞാലും ഇടയ്ക്ക് റിവൈസ് ചെയ്യാനായിട്ടും നിങ്ങൾ വീഡിയോ പിന്നെയും കേട്ട് നോക്കുക. പിന്നെ ഇതിപ്പോൾ നമ്മൾ 7ാം ക്ലാസ് ആണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇനി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണെങ്കിലും ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്
എടുത്ത് നോക്കുക കേട്ടോ. നിങ്ങൾ എഴുതി വെച്ച നോട്ട്സ് ആണെങ്കിലും മതി, എന്തായാലും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.